ഗൈസ്, മാർക്കറ്റ് മേച്ചോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. അതിനുശേഷം നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പരിശോധിക്കാം. അതുപോലെ തന്നെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന, അതായത് ഈ ക്ലോസ് വാച്ചിൽ ഇട്ടിരിക്കുന്ന സ്ട്രോങ് ആയ കുറച്ച് സ്റ്റോക്സ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. റൈറ്റ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് തന്നെ പോകും. സോ നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ ഉണ്ട്. സോ നിഫ്റ്റിയുടെ ചാർട്ടിൽ എന്താ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിഫ്റ്റിയുടെ ചാർട്ടിൽ ഒരു എക്സ്ട്രീം ഫോളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും തിരിച്ച് ഏത് ലെവലിലാണോ ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആയ ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിലേക്കാണ് നിഫ്റ്റി വന്ന് നിൽക്കുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഷോൾഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1 ഷോൾഡർ, 2 ഷോൾഡർ, പിന്നെ ഒരു ഹെഡിന് ശേഷം വീണ്ടും ഇത് ഷോൾഡർ. റൈറ്റ്. സോ ഈ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് ഈ ഹെഡിൻ്റെ ദൂരം ടു ദ നെക്ക് എത്രയാണോ, അതായത് 4.7% അത്രയും തന്നെ താഴത്തേക്ക് പോകണം. റൈറ്റ്. അപ്പോൾ അത്രയും പോയില്ലയോ എന്നൊക്കെ നമുക്ക് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 4% ഫോൾ വരണം എന്നാണ് ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് ഈ ഒരു പാറ്റേണിൻ്റെ ടാർഗറ്റ് ഇതാണ്. റൈറ്റ്. അതുപോലെ തന്നെ ഈ നിഫ്റ്റി ഇപ്പോൾ വളരെ അധികം വീക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു ഹൈ വോളിയത്തിലൊക്കെയാണ് ഇവിടെ വന്ന് ബ്രേക്ക് ഡൗൺ ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് നിഫ്റ്റി പോകണമെങ്കിൽ എന്തായാലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക് മേ ബി നിഫ്റ്റിയിലൊരു പോസിറ്റീവ് സൈൻ നമുക്ക് കാണാൻ ഉള്ള ചാൻസസ് കുറവാണ്. പക്ഷേ ഒറ്റയടിക്ക് ഈ ലെവൽ ബ്രേക്ക് ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു മൂവ്മെൻറ്റ് ഓൾറെഡി ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. സ്ട്രെയിറ്റ് എത്ര 1 2 3 4 5 റെഡ് ക്യാൻഡിൽസ് ഇൻ എ റോ. റൈറ്റ്. അല്ലെങ്കിൽ 5 ഔട്ട് ഓഫ് 6 ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുന്ന് വീണ്ടും ഒരു താഴത്തേക്ക് മൂവ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇല്ല, അങ്ങനെ മൂവ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ മേ ബി ഇങ്ങനെ പോയിട്ട് വീണ്ടും താഴത്തേക്ക് ഇങ്ങനൊരു മൂവ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഡെഫിനറ്റ്ലി ഇപ്പോൾ നിഫ്റ്റി 200 പീരിയഡ് മൂവിങ് ആവറേജിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇവിടെ സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ടി വരും എങ്ങനെയായിരിക്കും നിഫ്റ്റീൻ്റെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ടു ദിസ് ഹോൾ ലെവൽ. അതായത് ഈ ഒരു ഷോൾഡർ ലെവലിൻ്റെ സപ്പോർട്ട് ലെവലുണ്ട്, അതുപോലെ തന്നെ 200 പീരിയഡ് മൂവിങ് ആവറേജ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫോളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കൂടെ നമുക്ക് കൂട്ടിക്കഴിച്ച് നോക്കിയാൽ ഡെഫിനറ്റ്ലി ഒരു ചെറിയൊരു മൂവ് അപ്സൈഡ് നിഫ്റ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ അത് ഡിസൈസീവായിട്ടൊരു നല്ലൊരു മൂവ് മുകളിലേക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണ്ടത്. ഡെഫിനറ്റ്ലി ഈ ഒരു ലെവലാണ് നിഫ്റ്റിയിൽ എല്ലാവരും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു നമുക്ക് വേണമെങ്കിൽ ഇത് സോണായിട്ട് തന്നെ ആ ലെവലിനെ കാണാൻ പറ്റും. സോൺ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ടായിരുന്നു, പക്ഷേ റൈറ്റ് നൗ ഐ എം നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഇറ്റ് സംഹൗ. യെസ്, റെക്റ്റാങ്കിൾ ടൂൾ. റൈറ്റ്. ഈ ഒരു സോൺ കണ്ടോ, ഈ ഒരു സോൺ വളരെ നല്ല റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ നിഫ്റ്റി ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് പോകുള്ളൂ എന്ന് നമുക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ എക്സ്ട്രീംലി ചോപ്പി ആയിരിക്കും, നിങ്ങൾക്ക് ട്രേഡ് ഒന്നും എടുക്കാൻ പറ്റില്ല നിങ്ങൾ ഇൻട്രാഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ടൊരു പമ്പ് മുകളിലേക്ക് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വന്ന് കുറച്ച് ഇങ്ങനെ ചോപ്പിയൊക്കെ ആയിട്ട് ചിലപ്പോൾ വീണ്ടും താഴത്തേക്ക് പോകാം. പക്ഷേ ഒരു സസ്റ്റൈനബിൾ ട്രെൻഡ് ടു ദ അപ്സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്തേ പറ്റൂ. റൈറ്റ്. അപ്പോൾ അതാണ് നിഫ്റ്റീൻ്റെ അനാലിസിസ്. നമുക്ക് ഇനി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് പോകും. സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, ഒരു നല്ലൊരു ഫോളാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വന്നിരിക്കുന്നത്. നിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾറെഡി ബിലോ 200 പീരിയഡ് മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ഓൾറെഡി നിഫ്റ്റിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു ബെയറിഷ് ടെറിട്ടറിയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെയറിഷ് ആണ്. റൈറ്റ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നമുക്ക് ഈ ഒരു ലെവൽ വരയ്ക്കാൻ ഇപ്പോൾ നമ്മൾ ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ സപ്പോർട്ട്, ഇവിടെ ചെറിയൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു തിരിച്ച് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാതെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു എക്സ്ട്രീംലി ബുള്ളിഷ് ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ക്യാൻഡിൽസ് റെഡ് ഇൻ എ റോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഓൾറെഡി ഇവിടെ സെല്ല് ചെയ്തവർക്കൊക്കെ ഇവിടെ നല്ല കാശുണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അവർ ആ ഒരു
സെല് ചെയ്ത പൊസിഷൻസ് ചിലപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ കൂടെ തന്നെ ചിലപ്പോൾ അത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഒരിക്കലും മൾട്ടിപ്പിൾ 6 or 7 ക്യാൻഡിൽസ് താഴത്തേക്ക് പോയി കഴിഞ്ഞൊരു ഒരു മുകളിലേക്ക് ഒരു പുൾ ബാക്ക് വരാതിരിക്കില്ല. സോ ഇവിടുത്തെ ഒരു പുൾ ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ പുൾ ബാക്കിൻ്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. കാരണം ഓൾറെഡി മാർക്കറ്റിൽ ഇത്രയും വീക്ക്നെസ് ഉള്ള സ്ഥിതിക്ക് ചിലപ്പോൾ ഈ പുൾ ബാക്ക് ചെറിയൊരു പുൾ ബാക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കണ്ടിന്യൂഷൻ ടു ദ ഡൗൺ സൈഡ് തന്നെ ആയിരിക്കാം വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റൈറ്റ്. സോ ഇതാണ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ ബേസിക് ഐഡിയ. സോ നമുക്ക് വീണ്ടും ഒരു മാർക്കറ്റ് ബ്രെത്ത് സ്റ്റഡിയിലേക്ക് തന്നെ കടക്കാം. സോ മാർക്കറ്റ് ബ്രെത്ത് സ്റ്റഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്ന് റിഫ്രഷ് ചെയ്തോട്ടെ. സോ മാർക്കറ്റ് ബ്രെത്ത് സ്റ്റഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 20 EMA, പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 50 EMA മാത്രം നമുക്കിവിടെ പരിശോധിക്കാം. സോ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 20 EMA നോക്കുകയാണെങ്കിൽ വൺ ഫോളിന് ശേഷം ചെറുതായിട്ട് ഫ്ലാറ്റൻ ഔട്ട് ചെയ്യുന്ന പോലെ കാണാം. ഇന്നലെ 24% ആയിരുന്നു അതിൻ്റെ റേഷ്യോ ഓർ പെർസെൻറ്റേജ്. ഇന്ന് 24.87, ഇന്നലെ 24.76. ചെറിയൊരു മൂവ് ടു ദ അപ്സൈഡ് ആണ് വേണമെന്ന് പറയാം. അതായത് ഈ സെല്ലിംഗ് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി 6 days ഓഫ് ഫോൾ ഇൻഡെക്സിൽ കണ്ടു, സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ കണ്ടു. അപ്പോൾ അതിനുശേഷം ചെറിയൊരു മൂവ് ടു ദ അപ്സൈഡ് വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു മൂവ് ഇവിടെ 80 വരെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി കാണേണ്ടി വരും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഒരു സഡൻ മൂവിലൂടെ 80 എത്തില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ബി പ്രിപ്പയർഡ്. അഥവാ സഡൻ മൂവിൽ 80 എത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് ഷോർട്ട് ടേം ട്രേഡിങ്ങിലേക്കുള്ള ചാൻസസ് ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം ഒരു ബെയർ മാർക്കറ്റ് റാലിയാണ്. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൽ നമുക്ക് 30-40% ഒക്കെ ഒരു മൂവ് തരുന്നുണ്ടെങ്കിൽ ആ മൂവ് മേ ബി 10-15% ഒതുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദാറ്റ് നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രശ്നമാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള മൂവ്സ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. പക്ഷേ ബുൾ മാർക്കറ്റിലുള്ള അത്രമാത്രം മൂവ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ബുൾ മാർക്കറ്റിൽ നിങ്ങൾക്കൊരു 100% ഇയർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ 20-30% ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഷോർട്ടർ മൂവ്സ് ആയിരിക്കും മിക്കവാറും നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ 18th, 19th, 20 ആയിട്ട് നമുക്ക് 18th മുതൽ നല്ലൊരു മൂവ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിരുന്നു. ആ സമയത്ത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയവർക്ക് ഡെഫിനറ്റ്ലി കാശ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. കാരണം ചെറിയ രീതിയിൽ ഇവിടെ വന്ന് കുറച്ച് കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് വന്നു. ഈ ഒരു ലെവലൊക്കെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ആ സമയങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എൻഡ് ഓഫ് ദി ഡേ വരെ നമ്മൾ കാത്തിക്കണം. കാരണം ഇത് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴെ വരെയുള്ളൂ. അപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി സസ്റ്റെയിൻ ചെയ്ത് എൻഡ് ഓഫ് ദി ഡേ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മേ ബി എൻഡ് ഓഫ് ദി ഡേ നല്ല ട്രേഡ്സ് എന്തെങ്കിലും കിട്ടി നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ കുറച്ച് അഗ്രസീവായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ അഗ്രസീവായിട്ട് നമ്മുടെ ട്രേഡ്സ് ഒക്കെ ക്ലോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കിട്ടിയ ഗെയിൻസൊക്കെ 3-4 ദിവസം കൊണ്ട് കിട്ടിയ ഗെയിൻസൊക്കെ ചിലപ്പോൾ വിത്തിൻ 2 or 3 days അത് വാഷ് ഔട്ടായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റോക്സ് ഇപ്പോൾ 50 EMAയും സെയിം സിനാരിയോ, നല്ല രീതിയിൽ മുകളിലേക്ക് പോയി പിന്നെ നല്ല രീതിയിൽ താഴത്തേക്ക് വീണിട്ട് ചെറിയ രീതിയിൽ കൺസോൾട്ടേഷൻ വരുന്നു. കാരണം 6 days ഓഫ് ഫോൾ ഇൻ ദ മാർക്കറ്റ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 6 days ഓഫ് മാർക്കറ്റിന് ആ ഫോളിന് ശേഷം ചെറിയ രീതിയിൽ മാർക്കറ്റ് ഡൈജഷൻ സമയം എടുക്കും. അതിനുശേഷം നമുക്കറിയാം മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകുമോ. ഡെഫിനറ്റ്ലി ചെറിയൊരു പുൾ ബാക്ക് ടു ദ അപ്സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റിൽ. പക്ഷേ ആ ഒരു പുഷ് ടു ദ അപ്സൈഡ് എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. റൈറ്റ്. സോ ഓൾറെഡി 20 period moving average is below its 30% area. Stocks above 50% is above its 30% area, and stocks above 200 EMA നോക്കുകയാണെങ്കിലും അതും ബിലോ ഇറ്റ്സ് 40. അതായത് 50ക്ക് താഴെയാണെങ്കിൽ തന്നെ അതൊരു ബിയർ മാർക്കറ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വി ആർ ഇൻ എ ബിയർ മാർക്കറ്റ്. അതിന് വലിയ സംശയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ്. സോ അതാണ് നമ്മുടെ മാർക്കറ്റ് ബ്രെഡ്ത്തിൻ്റെ അനാലിസിസും. സോ കുറച്ച് സ്റ്റോക്സ് ഞാൻ ഇന്ന് ഓൾറെഡി എൻ്റെ വാച്ച് ലിസ്റ്റിൽ കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയാൽ. അതായത് ഹൈ ആൻഡ് ഡോക്ക് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്ന സ്റ്റോക്സാണ്. ഈ സ്റ്റോക്സൊക്കെ എക്സ്ട്രീംലി ഫാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന സ്റ്റോക്സിനാണ് ഞാൻ ഇതിൽ വെക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ADR നോക്കിക്കഴിഞ്ഞാൽ 7%. അതായത് ഓൺ എ ഡേ ഇറ്റ് മൂവ്സ് കൈൻഡ് ഓഫ് ഓൺ ആൻ ആവറേജ് ഓഫ് 7% ഫോർ ദ ലാസ്റ്റ് 20 days. അതായത് കഴിഞ്ഞ 20 ദിവസത്തെ ആവറേജ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മുകളിലേക്കോ താഴത്തേക്കോ അത് ഒരു 7% മൂവ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ 6% മൂവ്, ദിസ് ഈസ് എ 6% മൂവ്, ദിസ് ഈസ് എ 5, this is a 4, and this is what are this is a 3%, this is a 15% move.
So this is 7.88% move. So on an average, we are moving at a 7.85% on a day. So ഇങ്ങനത്തെ മൂവ്സ് തരുന്ന സ്റ്റോക്സാണ് ഞാൻ കൂടുതലും സെലക്ട് ചെയ്യുക. കാരണം അഥവാ നമുക്കൊരു ട്രേഡ് എടുക്കാനും, അതായത് ഇപ്പം ഇത് ഡേറ്റ് എന്നാൽ 21st ഓഗസ്റ്റ് 21st ഓഗസ്റ്റ് ഞാൻ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് മൂവ് 10% മൂവ് വിത്തിൻ ട്രേഡ് ഇയേഴ്സ് കിട്ടിയില്ലേ? കാരണം ദിസ് സ്റ്റോക്സ് മൂവ്സ് വെരി ഫാസ്റ്റ്. അപ്പം അങ്ങനെയുള്ള സ്റ്റോക്സ് നമ്മൾ തിരഞ്ഞെടുത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഒരു ഗ്രീൻ സോൺ മാർക്കറ്റ് തന്നാൽ കൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് മണി മേക്ക് ചെയ്ത് പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റും, എസ്പെഷ്യലി ഇൻ എ മാർക്കറ്റ് ലൈക്ക് ദിസ്, റൈറ്റ്? സോ ബ്ലാക്ക് ബക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ് തന്നെങ്കിലും ചെറിയൊരു വിക്ക് മുകളിൽ തന്നിട്ട് അത്ര സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. യാത്ര നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ബൈയിങ് വന്നു, വീണ്ടും സെല്ലിങ് വന്ന് സെല്ലേഴ്സ് അതിനെ അടിച്ച് അമർത്തി ഒരു ഡോജി ക്യാൻഡിലിൻ്റെ ഷേപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. വിംത നോക്കുകയാണെങ്കിൽ കുറച്ച് ചെറിയൊരു സെല്ലിങ് വന്നെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റാലിയൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മൂവ് ഫ്രം ദ ബോട്ടം ടു ദ അപ്സൈഡ്. അതിനുശേഷം സ്റ്റാലിയൻ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യാണ്. അപ്പം മാർക്കറ്റ് ഇനി നന്നാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരു മൂവ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ NSDL എന്ന് പറഞ്ഞ IPO ആണ്. എക്സ്ട്രീംലി ഗുഡ് മൂവ്, റൈറ്റ്? ഞാൻ ഫ്ലാഗ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് മൂവ് ടു ദ അപ്സൈഡ്, അതിനുശേഷം ഫ്ലാഗിങ് ആണ്. അതായത് ഇത് 63% ഇൻ 1, 2, 3, 4 ഡേയ്സ് മൂവ് ചെയ്താണ്. 63% ഇൻ 4 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ചെറിയൊരു VCP അല്ലെങ്കിൽ ചെറിയ കൺസോൾട്ടേഷൻ വരുന്നുണ്ട്. മേ ബി ഇവിടെ കൺസോൾട്ടേഷൻ വന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ വന്ന് വീണ്ടും ഒരു ചെറിയ കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വാങ്ങാം. കാരണം ഇത് ഒരു IPO ആണ്, അതുപോലെ തന്നെ എക്സ്ട്രീംലി ലിക്വിഡായ ഹൈലി ലിക്വിഡായിട്ടൊരു IPO ആണ്. ഇപ്പോൾ ആവറേജ് വോളിയം ഒക്കെ 5.68 മില്യൺ ആണ് ഇതിൻ്റെ ആവറേജ് വോളിയം, ട്രേഡഡ് വോളിയം ഫോർ ദ ലാസ്റ്റ് 10 ഡേയ്സ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹൈ അല്ലേ ആസ് ഫാർ ആസ് ഇന്ത്യൻ മാർക്കറ്റ്സ് ആർ കൺസേർഡ്. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ നല്ല രീതിയിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോക്കിൽ. പക്ഷേ മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മോശമായതുകൊണ്ട് ഇതിന് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ച സ്റ്റോക്സ് എല്ലാം അവരെല്ലാം അതിൻ്റെ 20, 50 ആൻഡ് 200 പീരീഡ് മൂവിങ് അവരുടെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20ൻ്റെ അടുത്തായിരിക്കും. എന്തായാലും 15ൻ്റെയും 200ൻ്റെയും മുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്സിനാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ. അതായത് മാർക്കറ്റ് വീണ് ബിലോ 50, ബിലോ 20, മേ ബി ബിലോ 200 ഒക്കെ പോയാൽ കൂടെ ഈ സ്റ്റോക്സിൽ ചെറുതല്ല, വളരെയധികം ഹൈ ആയിട്ട് സ്ട്രെങ്ത് ഉണ്ട്. അതായത് ആസ് കമ്പയർഡ് ടു ദ മാർക്കറ്റ്, ആസ് കമ്പയർഡ് ടു ദ ഇൻഡെക്സസ്, എസ്പെഷ്യലി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, ദീസ് സ്റ്റോക്സ് ആർ സ്ട്രോങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? ഇതിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ആയിരിക്കാം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കാണ് NSDL. അതുപോലെ ഇപ്പോൾ കാണിച്ച ബ്ലാക്ക് ബക്ക്, യാത്ര, വിംത, സ്റ്റാലിയൻ, അതുപോലെ ജെയിനെക്കോ. പക്ഷേ ജെയിനെക്കോ നല്ലൊരു രീതിയിൽ തന്നെ ക്രാഷ് പോലെ വന്നിട്ടുണ്ട്. ക്രാഷ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു സെല്ലിങ് വന്നിട്ടുണ്ട്. ഇതിലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 ഡേയ്സ് ഓഫ് സെല്ലിംഗ് ആണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മേ ബി എൻ്റെ ഹൈ ഓൺ ഡെക്ക് ലിസ്റ്റിൽ നിന്ന് പോകും. കാരണം ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയയിലേക്ക് എനിക്ക് വളരെയധികം താല്പര്യമുള്ള സ്റ്റോക്കായിരുന്നു. ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാം. ദാറ്റ് ഈസ് ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ഓപ്പൺലി ഓൾ ദോസ് തിങ്സ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ട്രേഡ് എടുത്ത് ചിലപ്പോൾ ഞാൻ ലോസ് എടുത്തിട്ടുണ്ടാവാം. സോ ഒന്നും അത് എനിക്ക് വിട്ടു പറയാൻ താല്പര്യമില്ല. കാരണം ഓൾറെഡി SEBIൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നത്തിലേക്ക് ചെന്നുപെടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഡെഫിനറ്റ്ലി യു ക്യാൻ യു ക്യാൻ പുട്ട് ദീസ് സ്റ്റോക്സ് ഇൻ യുവർ വാച്ചസ് ആൻഡ് വാച്ച് ദീസ് സ്റ്റോക്സ്. ആഫ്റ്റർ ദാറ്റ് മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രേഡ് ഇതിലൊക്കെ പ്ലാൻ ചെയ്യാം, അല്ലേ? സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ക്ലോസ് വാച്ച് ലിസ്റ്റിലും കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും സ്റ്റോക്സിൻ്റെ അനാലിസിസ് ഞാൻ കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിലും സെല്ലിങ് വരുന്നുണ്ട്, അല്ലേ? സെല്ലിങ് വന്ന് ബ്ലാക്ക് ബക്കിൽ ചെറിയ സെല്ലിങ് വന്നു. വിംത മാത്രമാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. സ്റ്റാലിയൻ എക്സ്ട്രീം സെല്ലിങ്. NSDL നോ സെല്ലിങ്, നോ ബൈയിങ്. ജെയിൻകോ സെല്ലിങ്. സുവാരി സെല്ലിങ്. സോ എൻ്റെ വാച്ച് ലിസ്റ്റിലെ സ്റ്റോക്സ് ഒക്കെ സെല്ലിംഗ് ആണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7 സ്റ്റോക്സ് ഉണ്ട്. ഔട്ട് ഓഫ് 7 ഓൺലി 1 സ്റ്റോക്ക് ഈസ് പോസിറ്റീവ്ലി ക്ലോസിങ് പ്രോപ്പർലി. അപ്പോൾ 1/7 ആണ് എൻ്റെ വിന്നിങ് പ്രോബിലിറ്റി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രേഡ് എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ സിസ്റ്റം എനിക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സിസ്റ്റം എന്താണെന്ന് പറയുന്നതെന്ന് നിങ്ങളൊന്ന്
ചിന്തിച്ച് നോക്കുക. അഥവാ നിങ്ങളുടെ സിസ്റ്റം ബൈ ചെയ്യണം ഇപ്പോൾ എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റൂൾസ് ആൻഡ് നിങ്ങളുടെ ട്രേഡിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ആസ് പെർ മൈ ഐഡിയ ഓർ ആസ് പെർ മൈ ട്രേഡിംഗ് റൂൾസ് ദർ ഈസ് നോ റീസൺ ഫോർ യു ടു ട്രേഡ് ഇൻ ദിസ് കണ്ടീഷൻ ഓഫ് ദ മാർക്കറ്റ്, റൈറ്റ്? സോ അത്രേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കെങ്കിലും ട്രേഡിംഗ്, അതായത് സ്വിംഗ് ട്രേഡിംഗ് പ്രത്യേകിച്ച് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, താങ്ക്സ് ഫോർ വാച്ചിങ്.